വെൽക്കം ടു ദ ഇംഗ്ലീഷ് ക്ലാസ് റൂം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ എടുത്തിട്ടുള്ള പ്രിപ്പോസിഷൻ്റെ തുടർച്ചയാണ് ഇന്നെടുക്കുന്നത്. ഫോർ എന്ന പ്രിപ്പോസിഷന് മീനിങ് വരുന്നത് വേണ്ടി എന്നാണ്. ഞാൻ നിനക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങി എന്ന് പറയുമ്പോൾ അവിടെ ഫോർ എന്നുള്ള പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. ഐ ബോട്ട് എ ഗിഫ്റ്റ് ഫോർ യു. ഫോർ യു, നിനക്ക് വേണ്ടി. ക്യാൻ യു ബ്രിങ് എ കപ്പ് ഓഫ് കോഫി ഫോർ മീ? എനിക്ക് വേണ്ടി ഒരു കപ്പ് കോഫി കൊണ്ടുവരാമോ? ഇവിടെ ഫോർ മീ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, എനിക്ക് വേണ്ടി. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? നിനക്ക് വേണ്ടി എനിക്ക് എന്താ ചെയ്യാൻ കഴിയാം? ഐ ആം പ്രിപ്പയറിംഗ് ഫോർ ദി എക്സാം. ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. എക്സാമിന് വേണ്ടി എന്നുള്ള മീനിങ് വരാൻ വേണ്ടിയിട്ടാണ് ഫോർ എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, വി ക്ലോസ്ഡ് ദി ഡോർ ഫോർ പ്രൈവസി. ഒരു നീണ്ട സമയപരിധിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും ഫോർ എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ 2 hours. 2 മണിക്കൂറായിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഹാസ് ബീൻ ടീച്ചിങ് ഫോർ 1 hour. 1 മണിക്കൂറായിട്ട് അവൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മൈ ഫാദർ ഹാഡ് ബീൻ വർക്കിംഗ് ദർ ഫോർ 5 years. ഷീ ഹാസ് ബീൻ ലേണിംഗ് മ്യൂസിക് ഫോർ മെനി ഇയേഴ്സ്. അവൾ വർഷങ്ങളായിട്ട് മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയെല്ലാം ഒരു നീണ്ട സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫോർ എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പ്രിപ്പോസിഷനാണ് ഓഫ്. ഡേ അല്ലെങ്കിൽ ഉടേ എന്ന മീനിങ് ആണ് ഓഫിൻ്റേത്. ഒരു നൗണിൻ്റെയോ പ്രോനൗണിൻ്റെയോ സ്വന്തത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓഫ് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ നോക്കാം. പ്രിപ്പോസിഷൻ ഈസ് എ പാർട്ട് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ. പ്രിപ്പോസിഷൻ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഭാഗമാണ്. ഇവിടെ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഡേ എന്നുള്ള മീനിങ് വരാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് ഗ്രാമർ എന്നുള്ളതിന് തൊട്ട് മുന്നേ ഓഫ് എന്ന പ്രിപ്പോസിഷൻ ആഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, ഗാന്ധിജി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ദി നേഷൻ. ഗാന്ധിജി അറിയപ്പെടുന്നത് രാഷ്ട്രത്തിൻ്റെ പിതാവ് എന്നാണ്. അവിടെ രാഷ്ട്രത്തിൻ്റെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നേഷൻ്റെ മുന്നേ നമ്മൾ ഓഫ് എന്ന പ്രിപ്പോസിഷൻ ചേർത്തിട്ടുള്ളത്. ദ എവറസ്റ്റ് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഓഫ് ദി ഹിമാലയാസ്. ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് എവറസ്റ്റ്. ഹിമാലയത്തിൻ്റെ എന്ന മീനിങ് വരാൻ വേണ്ടിയിട്ടാണ് ഓഫ് ദി ഹിമാലയ എന്ന് കൊടുത്തിട്ടുള്ളത്. ഗൺ ഈസ് എ മെയിൻ വെപ്പൺ ഓഫ് എ സോൾജിയർ. ഒരു പട്ടാളക്കാരൻ്റെ മെയിൻ ആയുധം എന്ന് പറയുന്നത് തോക്കാണ്. പട്ടാളക്കാരൻ്റെ സോൾജിയർ എന്നുള്ളതിന് മുന്നേ ഓഫ് എന്ന പ്രിപ്പോസിഷൻ ചേർത്തു. ദിസ് ഈസ് എ പിക്ചർ ഓഫ് മൈ കുടുംബത്തിൻ്റെ ചിത്രമാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ ഫാമിലിയുടെ ചിത്രമാണ്. കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഫാമിലിയുടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഓഫ് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. ബ്ലൂ ഈസ് ദ കളർ ഓഫ് സ്കൈ. ആകാശത്തിൻ്റെ നിറം നീലയാണ്. ആകാശത്തിൻ്റെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഓഫ് സ്കൈ എന്ന് കൊടുത്തിട്ടുള്ളത്. ഒരു നിശ്ചിത എണ്ണത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും ഓഫ് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ, ഐ നീഡ് എ കപ്പ് ഓഫ് വാട്ടർ. എനിക്കൊരു കപ്പ് വെള്ളം വേണം. എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഗാദേർഡ് ഹിയർ. ഒരു കൂട്ടം ജനങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടി. ഐ ഹാഡ് ഓൺലി 4 hours ഓഫ് സ്ലീപ്പ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ കുറച്ച് മണിക്കൂർ മാത്രമേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് പ്രിപ്പോസിഷനാണ് വിത്ത്. കൂടെ, കൊണ്ട് എന്നാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. എക്സാമ്പിൾ, ഐ വെൻറ്റ് ടു മാർക്കറ്റ് വിത്ത് മൈ ബ്രദർ. ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കൂടെ മാർക്കറ്റിലേക്ക് പോയി. ഇവിടെ 2 പ്രിപ്പോസിഷൻ വന്നിട്ടുണ്ട്. മാർക്കറ്റിലേക്ക് എന്നുള്ളതിന് ടു മാർക്കറ്റ് എന്നും ബ്രദറിൻ്റെ കൂടെ എന്നുള്ളതിന് വിത്ത് മൈ ബ്രദർ എന്നും. വിത്ത് മൈ ബ്രദർ, ബ്രദറിൻ്റെ കൂടെ. ഐ പ്ലേഡ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചു. മൈ ഫ്രണ്ട്സ് എന്നുള്ളതിൻ്റെ കൂടെ വിത്ത് എന്നുള്ള പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട്സിൻ്റെ കൂടെ. ഐ ബോട്ട് ആൻ ഇങ്ക് ബോട്ടിൽ വിത്ത് ദിസ് പെൻ. ഞാൻ ഈ പേനയുടെ കൂടെ ഒരു മഷിക്കുപ്പിയും കൂടെ വാങ്ങി. പേന മാത്രമല്ല, അതിൻ്റെ കൂടെ മഷിക്കുപ്പിയും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ ദിസ് പെൻ എന്നുള്ളതിന് മുന്നേ വിത്ത് എന്നുള്ള പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത എക്സാമ്പിളാണ്, ഷീ റോട്ട് ദ ലെറ്റർ വിത്ത് എ പെൻസിൽ. അവൾ ഒരു പെൻസിൽ കൊണ്ട് ലെറ്റർ എഴുതി.
ഇവിടെ നോക്കിക്കേ, പെൻസിൽ കൊണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിത്തിൻ്റെ മീനിങ് കൊണ്ട് എന്നായി അവിടെ. എലഫൻറ്റ് ക്യാൻ ക്യാരി എ ഹെവി ലോഗ് വിത്ത് ഇറ്റ്സ് ട്രങ്ക്. ആനയ്ക്ക് അതിൻ്റെ തുമ്പിക്കൈ കൊണ്ട് ഭാരമുള്ള തടി വഹിക്കാൻ കഴിയും. ഇറ്റ്സ് ട്രങ്ക് എന്നുള്ളതിൻ്റെ തൊട്ടുമുന്നെയാണ് വിത്ത് എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തുമ്പിക്കൈ കൊണ്ട്. ദിസ് ഈസ് എ സ്പെഷ്യൽ ജ്യൂസ് ദാറ്റ് ഐ മെയ്ഡ് വിത്ത് ക്യാരറ്റ്. ഇതൊരു സ്പെഷ്യൽ ജ്യൂസാണ്, ഞാനത് ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കി. ക്യാരറ്റ് കൊണ്ട്, വിത്ത് ക്യാരറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വിത്ത് എന്നുള്ളതിന് കൂടെ എന്നും കൊണ്ട് എന്നുള്ള 2 മീനിങ് ആണ് ഉള്ളത്. ഇത് കൂടാതെ ചില പ്രത്യേകതകൾ പറയാൻ വേണ്ടിയിട്ടും ഓഫ് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും. ഐ സോ എ മാൻ വിത്ത് 11 ഫിംഗേഴ്സ് ഇൻ ഹാൻഡ്. കയ്യിൽ 11 വിരലുകളോട് കൂടിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. അനു ഈസ് എ സ്മാർട്ട് ഗേൾ വിത്ത് സ്പെഷ്യൽ ടാലൻറ്റ്. പ്രത്യേക കഴിവുകളോട് കൂടിയ ഒരു സ്മാർട്ട് ഗേളാണ് അനു. എലഫൻറ്റ് ഈസ് എ സ്ട്രേഞ്ച് ആനിമൽ വിത്ത് എ ലോങ് നോസ് കോൾഡ് ട്രങ്ക്. തുമ്പിക്കൈ എന്ന് പറയുന്ന നീണ്ട മൂക്കോട് കൂടിയ സ്ട്രേഞ്ച് ആയിട്ടുള്ള അനിമലാകുന്നു ആന. ഇവിടെയെല്ലാം എന്തെങ്കിലും ഒരു പ്രത്യേകത പറയാൻ വേണ്ടിയിട്ടാണ് വിത്ത് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിട്ടുള്ളത്.